അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. കഴിക്കാൻ നല്ല രുചിയുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ആവിയിലാണ് നമ്മൾ ഈ ഒരു പലഹാരം വേവിച്ചിട്ടെടുക്കുന്നത്. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ചിക്കൻ നല്ലപോലെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾ ഏത് ഓയിലാണ് കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഓയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിവിടെ നിന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആണെങ്കിൽ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഈ ഒരു പൊടികളുടെ ആണെങ്കിലും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതോ ഗ്രീൻ പീസ് വേവിച്ചതോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരുന്ന ഒരു ചിക്കനെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കറക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. മിക്സിയിലിട്ട് കറക്കുന്നതിന് പകരം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറിയതായിട്ട് പിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താലും മതി. ചിക്കൻ ചെറിയതായിട്ട് പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ചിക്കനും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റോളം തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ആ ഒരു ചൂടിൽ കിടന്നിട്ട് ചിക്കനിൽ നന്നായിട്ട് ആ മസാല പിടിക്കണം. പിന്നെ ആ ക്യാപ്സിക്കം നമുക്കൊരു പകുതിയോളം ഒന്ന് വെന്ത് കിട്ടണം. സവാള വഴറ്റാൻ നേരത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. പിന്നെ ഈ ചിക്കനിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടെടുത്തത്. അപ്പോൾ ഇതിൽ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എരിവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഗോതമ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ അളവ് കപ്പിന് പകരം നിങ്ങളിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ 1 ഗ്ലാസ് ഗോതമ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 1/4 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കുന്നത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മൈദ മാവ് വേണമെങ്കിൽ 1/4 കപ്പ് അളവിൽ ഗോതമ്പൊടി മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനിയും മാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴച്ചിട്ടെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പച്ചവെള്ളമാണ്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഈ മാവ് ഇവിടെ നല്ല മയത്തിൽ തന്നെ നല്ല സോഫ്റ്റ് ആക്കി ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ കുറച്ച് മാവ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം.
പരത്തുന്ന സമയത്ത് ഒരുപാടങ്ങ് കട്ട് ചെയ്യാനും പാടില്ല, ഒരുപാട് നൈസായിട്ടും പോകരുത്. നമുക്ക് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു കട്ടി ഉണ്ടാകണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റൗണ്ട് അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തെടുത്ത ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അറ്റം വെച്ചിട്ട് ഈ ഒരു 2 സൈഡും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഈ ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ അറ്റത്ത് ഒരു ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ പരത്തിയതിന് ശേഷം ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ മാവെല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ്. ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതിൻ്റെ എല്ലാ സൈഡും നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിലങ്ങ് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇഡ്ഡലി തട്ടിന് പകരം നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ അടിക്കടിക്ക് വെച്ച് കൊടുക്കരുത്. മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സ്നാക്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പിസ്സയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ കുറച്ചൊന്ന് വെതറി കൊടുക്കുകയാണ്. അത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് വെതറി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിവിടെ വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഗോതമ്പ് പൊടിയും ചിക്കനും വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് ഈ ഒരു പലഹാരം എല്ലാം ഇവിടെ തന്നെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മൊമോസ് ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൽ കുറച്ചൊരു മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർത്തും ഒഴിവാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി മാത്രമായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്യുക. കൂടാതെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.